കുറച്ച് ഇപ്പോൾ ചില ആളുകളുടെയൊക്കെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ ഞാനൊക്കെ സാധനങ്ങളൊക്കെ കടകളിൽ കൊടുക്കാൻ പോകുമ്പോഴേ ചില ചില കട ഉടമകൾ എന്നോട് പറയും വേറെ കസ്റ്റമേഴ്സ് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർ നമ്മളോട് ചോദിക്കും എന്താ കൊണ്ടുവന്നിരിക്കുന്നത്, ശരി ദേ ഈ കുട്ടീനെ വിട്ടിട്ട് നിങ്ങൾക്ക് സാധനം തരാമെന്ന് കടയിൽ വന്ന ആൾക്കാരോട് പറയും. അതല്ല ചിലവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവിടെ 5-6 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരെ വിട്ടതിന് ശേഷമായിരിക്കും നമ്മളെന്ന് പരിഗണിക്കുക. എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ആ 6 പേര് 7 പേരും പോയി കഴിയുമ്പോൾ എന്നോട് പറയുന്ന വാചകം എന്തായിരിക്കും എന്നറിയോ? അക്കൗണ്ടിൽ കടയിൽ പൈസയൊന്നുമില്ല, പോയിട്ട് തിരിച്ചു വരാൻ പറയും. അതായത് നമ്മൾ ചിലപ്പോൾ 4-5 കിലോമീറ്റർ വണ്ടി ഓടിപ്പിച്ച് അവിടെ ചെന്നിട്ടായിരിക്കും വസ്തു കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊടുക്കാൻ നോക്കുമ്പോൾ ഒരു 15-20 മിനിറ്റ് നമ്മൾ ആ കടയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 20 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും അവർ പറയുക, അയ്യോ അക്കൗണ്ടിലും പൈസയില്ല, പെട്ടിയിലും പൈസയില്ല, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് തിരിച്ചു വാ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു 20 മിനിറ്റ് അവിടെ നിൽപ്പും പൈസ ഇല്ല എന്നുള്ളതും നമ്മുടെ വസ്തു എടുക്കാത്ത ആ ഒരു സംഭവം കൂടി ആകുമ്പോഴല്ലോ നമുക്ക് ശരിക്കും ദേഷ്യം വന്നു പോകും. പക്ഷേ പല സാഹചര്യങ്ങളിലും അവിടെ ഒരു വിനയം, കാരണം നാളെയും എനിക്കിവിടെ വന്ന് കയറേണ്ടതാണ് എന്നുള്ള ആ ഒരു ഇത് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കിട്ടി. അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാളുകൾ കൊണ്ട് ഞാൻ നേടിയെടുത്തൊരു സംഭവമാണ്. ആദ്യത്തെ എൻ്റെ സ്വഭാവമാണെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് നിൽക്കാൻ തോന്നാറില്ല. അവിടെ തിരക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ പറയും ശരി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പിന്നത്തെ ആഴ്ചയും ചെല്ലില്ല, പിന്നെ ആ ആഴ്ച ഞാൻ ചെല്ലത്തില്ല. അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇതെൻ്റെ ആവശ്യമാണ്, ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അവരുടെ കടയിൽ വിൽക്കപ്പെടണം എന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചു. അപ്പോൾ നമ്മളവിടെ ഒരു വിനയം നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഷൗട്ട് ചെയ്ത് സംസാരിച്ച ആൾ പക്ഷേ ഈ ആഴ്ച ഞാൻ ചെല്ലുന്ന സമയത്ത് വളരെ സ്നേഹത്തോടു കൂടിയായിരിക്കും നമ്മളെ സ്വീകരിക്കുക. എന്നിട്ട് ചില കടക്കാർ പറഞ്ഞിട്ടുണ്ട്, അതന്ന് ഞാൻ കുറച്ച് ഇമോഷണലായിരുന്നു, അപ്പോൾ എനിക്ക് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ ഷൗട്ട് ചെയ്തത് കേട്ടോ, സോറി എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ബഹുജനം പലവിധല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കുറച്ച് വിനയത്തോടു കൂടിയൊക്കെ മറ്റുള്ളവരോട് ഇടപെടാനായിട്ട് നമ്മൾ നോക്കുക. 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് മാക്സിമം ആരെന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു പുഞ്ചിരിയിൽ അവസാനിപ്പിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം നമുക്ക് ദേഷ്യം വരും. നമ്മുടെ ജോലി ആയിക്കോട്ടെ, പഠന മേഖല ആയിക്കോട്ടെ, ചില ടീച്ചേഴ്സിൻ്റെയൊക്കെ